ഹലോ കൂട്ടുകാരെ, അപ്പോൾ വെൽക്കം ടു ഡേ 6. നമ്മൾ 5 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് അതൊന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യുക. അതായത് റെഗുലർലി പ്രാക്ടീസ് ചെയ്തവർ, ഓക്കെ, ഏതെങ്കിലും 2 ദിവസം പ്രാക്ടീസ് ചെയ്താൽ വലിയ വ്യത്യാസമൊന്നും നിങ്ങൾക്ക് കാണാൻ പോകുന്നില്ല. അപ്പോൾ അത് കൺസിസ്റ്റൻ്റ്ലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. അപ്പോൾ അത് ചെയ്തവർ, ഓക്കെ, 5 ദിവസത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റിവിറ്റി തോന്നിയോ, നിങ്ങൾക്ക് കുറച്ചും കൂടെ സന്തോഷം മനസ്സിൽ നിന്ന് തോന്നിയോ, അതൊന്ന് കമൻറ്റ് ചെയ്യുക, ഓക്കെ. അപ്പോൾ ഡേ 6 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, വർക്ക്സ് ലൈക്ക് മാജിക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുവാണെങ്കിൽ ഇവിടെ കുറച്ച് സ്പാർക്കിൾ ഡസ്റ്റും, ഓക്കെ, ഒരു മാജിക്കൽ അറ്റ്മോസ്ഫിയറാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഡെസ്കിൽ. ഓക്കെ, സോ ഇഫ് യു ടേക്ക് എനി ആക്ടിവിറ്റി, എനി ആർട്ട്, എനി ഡിസിപ്ലിൻ, എനി സ്കിൽ, take it and push it as far as it will go. Push it beyond where it has ever been before. Push it to the wildest edges of edges. Then you force it into the realm of magic. അതായത് നിങ്ങൾ ഏതൊരു ആക്ടിവിറ്റി എടുത്തോളൂ, ഓക്കെ, എന്തെങ്കിലും ആർട്ട് ഫീൽഡിൽ വർക്ക് ചെയ്യണവരാണെങ്കിലും ശരി, സ്പോർട്സിലാണെങ്കിലും ശരി, ഓഫീസിൽ വർക്ക് ചെയ്യണവർ, എന്തെടുക്കുവാണെങ്കിലും നിങ്ങൾ അതിൻ്റെ മാക്സിമം, അതിൻ്റെ പരമാവധി പെർഫെക്ഷനിലേക്ക് എത്താൻ നോക്കുക. അതായത് അതിൽ കൂടുതൽ ഇൻവോൾവ് ആവാൻ നോക്കുക. പെർഫെക്ഷനിസം അല്ല ഞാൻ പറയുന്നത്, പക്ഷേ നിങ്ങൾക്ക് പറ്റാവുന്നതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ വേണം നിങ്ങളത് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് 2-3 സെൻറ്റൻസ് പറഞ്ഞിട്ട് പോവാം അല്ലേ. ഞാൻ എനിക്കറിയാവുന്ന രീതിയിലും ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള നോളജ് ഏറ്റവും നല്ല രീതിയിൽ, സിമ്പിളായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുക, നിങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോ എടുക്കുന്നതിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഹൗ ക്യാൻ ഇറ്റ് ബി ദാറ്റ് എ പേഴ്സൺ ഹൂ ഈസ് ബോൺ into total poverty, starts out with nothing and has very little education, goes on to become a president or a celebrity or builds an empire and become one of the wealthiest people in the world? അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, എല്ലാവരും നമ്മുടെ ധനികരും സമ്പത്തുള്ളവരും ഒക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അല്ലേ. അപ്പോൾ അതിന് പരമ്പരാഗതമായിട്ട് സ്വത്തുള്ളത്, അല്ലെങ്കിൽ ജന്മനാല് ലൈക്ക് ബോൺ വിത്ത് എ ഗോൾഡൻ സ്പൂൺ എന്നൊക്കെ പറയുന്നവർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. ബാക്കിയുള്ളവർ, എസ്പെഷ്യലി നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങിയിട്ടോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടോ കോടികൾ സമ്പാദിക്കുന്നവരുണ്ട് അല്ലേ. അവരൊക്കെ ഭയങ്കര ഹമ്പിൾ ബാക്ക്ഗ്രൗണ്ട്സ് എന്നാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ എടുത്ത് നോക്കിയാലും പ്രസിഡൻ്റ് എടുത്ത് നോക്കിയാലും അവരെല്ലാവരും ഭയങ്കര ഹമ്പിൾ ബാക്ക്ഗ്രൗണ്ട്സാണ്. ആരും എന്താ പറയുക, കുടുംബത്തിലുള്ള സ്വത്ത് വെച്ചിട്ടല്ല അവർ ഈ പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഏതൊരു കാര്യം, അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള കുറേ ബിസിനസ് ആൾക്കാർ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരെല്ലാവരും ചെറിയൊരു സംരംഭത്തിൽ നിന്ന് തുടങ്ങിയിട്ട് വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ, എംപയേഴ്സ് പടുത്തുയർത്തിയവരാണ്. എങ്ങനെയാണ് അവർക്ക് ഇത്രയും സക്സസ്ഫുൾ ആയത് എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ കമ്മിറ്റ്മെൻറ്റ്, അവരുടെ ഡെഡിക്കേഷൻ, അവരുടെ ഗോൾസിലെത്താനുള്ള ആ ഒരു സ്ട്രോങ് ഡിസയർ അല്ലേ, അവർക്ക് അതെന്തായാലും നേടിയേ പറ്റൂ എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം അല്ലേ, ആ ഒരു പൊസിഷനിലേക്ക് എത്തണം. അവരുടെ ജീവിതം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം, ഓക്കെ, വലിയൊരു ബിസിനസ് എംപയർ പടുത്തുയർത്തണം എന്നൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളിൽ നിന്നാണ് അവരുടെ അധ്വാനം തുടങ്ങിയിരിക്കുന്നത്. So the missing link to success is gratitude, because according to the law of attraction, you have to be grateful for what you have to attract success to you. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ അവരുടെ ഗോൾ ഒരു മെയിൻ ഘടകമാണ്. അതല്ലാതെ അവരുടെ പരിസ്ഥിതിയിൽ, ഓക്കെ, അവരുടെ സ്ഥിതി എന്താണ്, ഒരു ദരിദ്രാവസ്ഥയാണെങ്കിലും മിഡിൽ ക്ലാസ് ആണെങ്കിലും അവരതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ടില്ല ഒരിക്കലും. ഓക്കെ, അയ്യോ എനിക്ക് മാത്രം പൈസ സമ്പാദിക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ എന്താണ് ഇത്ര ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചത് എന്ന് പറഞ്ഞ് അവരൊരിക്കലും കംപ്ലെയിൻ പറഞ്ഞതും അവരുടെ സിറ്റുവേഷനിൽ അവരൊരിക്കലും ക്രിട്ടിസൈസ് ചെയ്തിട്ടുമില്ല. ഓക്കെ, അവർ ഏത് സ്ഥിതിയുമായിക്കോട്ടെ അവർക്ക് ഇതിൽ നിന്നും ഒരു പടി മുന്നോട്ട് ഉയരണം, അവർക്ക് പ്രോഗ്രസ്സിലേക്ക് എത്തണം. അതായിരുന്നു അവരുടെ ഗോൾ അല്ലേ. സോ വിത്തൗട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഇറ്റ്സ് ഇമ്പോസിബിൾ ടു ഹാവ് പെർമനൻറ്റ് സക്സസ്. അപ്പോൾ അവരുടെ സിറ്റുവേഷനിൽ നന്ദി ഉണ്ടായിരുന്നു, അവരുടെ സാഹചര്യങ്ങളിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതിനവർ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. So to bring success or to increase the good things in your job or work like opportunity, promotion,
money, brilliant ideas, inspiration, appreciation. It is essential to be grateful for your job or work. അപ്പോൾ നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏത് ജോലിയിലാണ് ഇപ്പോൾ ഉള്ളത്, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്, അതിന് നിങ്ങൾ ആദ്യം നന്ദി പറയുക. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷന് നന്ദി പറയുക. എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉയരാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഹൂഎവർ ഹാസ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദെയർ വർക്ക്, പിന്നെയും നമ്മൾ ആ സെൻറ്റൻസ് റിപ്പീറ്റ് ചെയ്യണം. വിൽ ബി ഗിവൻ മോർ or he or she will have an abundance. Whoever does not have gratitude for their work, even what he or she has will be taken from her or him. Okay, അപ്പോൾ നിങ്ങളുടെ രാവിലെ എണീറ്റ് ജോലിക്ക് പോകാൻ ഭയങ്കര നീരസത്തോടെയാണ് പോകുന്നത്. ഇന്നും ആ കലീഗിൻ്റെ ഫേസ് കാണണമല്ലോ, ഇന്നും ആ മാനേജറിൻ്റെ ഫേസ് കാണണം, അയാളുടെ വായിലിരിക്കുന്നത് കേൾക്കണം, എന്തോ ഒരു ജോലി തിരക്കാണ്, ഒന്നിനും സമയം കിട്ടുന്നില്ല, കമ്പനി എത്ര ദൂരത്താണ്, ട്രാഫിക് സിറ്റുവേഷനാണ്, എത്തുമ്പോൾ തന്നെ വൈകും, അവിടെ പോയി ഒരേ പണിയാണ്, ഒരു ബ്രേക്കിന് പോലും സമയമില്ല, ഫുൾ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് എല്ലാവരും തലയിൽ കയറി ഇരിക്കുകയാണ്, ഞാൻ മാത്രമേ ഉള്ളൂ ജോലി ചെയ്യാൻ, എന്നെക്കൊണ്ട് മാക്സിമം ഊറ്റി എന്നെക്കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് നിങ്ങളുടെ സ്റ്റോറി, ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ആൾക്കാരോട് ഇരിക്കുന്നത്. എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രൊമോഷനോ സാലറി ഇൻക്രിമെൻറ്റോ ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഇതൊരു സത്യമാണ്. ഓക്കെ, ഇത് ഞാൻ പറയുന്നതല്ല, ഇത് അനുഭവിച്ചറിഞ്ഞ് ഈ ബുക്കിൽ പറയുന്നതും ഒരു സത്യാവസ്ഥയാണ്. ഓക്കെ, വാട്ട് എവർ ഗോസ് ഔട്ട് കംസ് അറൗണ്ട്, വാട്ട് എവർ ഗോസ് കംസ് അറൗണ്ട് എന്നാണ് പറയുക. അതായത് നമ്മുടെ മനസ്സിൽ നിന്നുള്ള ചിന്തകളും നമ്മുടെ വാക്കുകളും എന്താണ് നമ്മൾ പുറത്തോട്ട് വിടുന്നത്, അത് നമുക്ക് തിരിച്ചെത്തുക തന്നെ ചെയ്യും. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മുടെ വാക്കുകൾ നമ്മൾ പ്രയോഗിക്കാൻ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കാം, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോടെ രാവിലെ ഇറങ്ങുക. എനിക്ക് രാവിലെ എണീറ്റ് പോകാനൊരു ജോലി ഉണ്ടല്ലോ, എത്ര പേരാണ് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നത്. ഓക്കെ, ഞാൻ പോണ വഴി എനിക്ക് എൻ്റെ ഫോൺ വെച്ച് ഓരോ പോഡ്കാസ്റ്റും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കാണാനുള്ള സമയം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഓടിപ്പിടിച്ച് ജോലിയിലെത്തിയ അപ്പം തന്നെ ജോലി തുടങ്ങണം, ഇതിനൊന്നും സമയം കിട്ടാറില്ല. ബസ്സിലിരുന്നോ കാറിലിരുന്നോ എനിക്ക് ഇത് കേൾക്കാം, അല്ലെങ്കിൽ മനോഹരമായ ഗാനങ്ങൾ ആസ്വദിച്ച് എനിക്ക് ഓഫീസിലെത്താം. അതിനുള്ള സൗകര്യം എനിക്കിന്നുണ്ടല്ലോ, അതിനുള്ള നന്ദി. എനിക്ക് മാനേജർ പല കാര്യങ്ങളും എനിക്ക് പഠിപ്പിച്ചു തന്നു ഞാൻ ജോലിയിൽ ജോയിൻ ചെയ്തപ്പോൾ തൊട്ട്, അതിന് നന്ദി. ചിലപ്പോൾ അദ്ദേഹം വളരെ പ്രഷറിലായിരിക്കും, അത് കാരണമാണ് എൻ്റെ മേലെ പ്രഷർ ഇടുന്നത്. പക്ഷേ ഈ ജോലിയിൽ നിന്ന് ഞാൻ കുറേ പഠിക്കുന്നുണ്ട്, എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട് മാസാമാസം, അതിൽ നിന്ന് എനിക്ക് എൻ്റെ കുടുംബം നോക്കാൻ പറ്റുന്നുണ്ട്, അതിന് നന്ദി. ഓക്കെ, ഇതായിരിക്കണം നിങ്ങളുടെ മൈൻഡ് സെറ്റ്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നന്ദി പറയാം, നിങ്ങളുടെ ജോലിക്ക്, നിങ്ങളുടെ കലീഗ്സിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ടീമിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഉയർച്ചയുണ്ടാവുള്ളൂ. ഓക്കെ, ഇത് വീണ്ടും വീണ്ടും ഓഥർ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഏതൊരു ഏരിയയിലാണ് സക്സസ് വേണ്ടത്, അതിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും, സമ്പത്തിൻ്റെ കാര്യത്തിലായാലും, റിലേഷൻസിൻ്റെ കാര്യത്തിലായാലും, നമ്മുടെ കരിയറിൻ്റെ കാര്യത്തിലായാലും, എവിടെയാണോ നമുക്ക് പ്രോഗ്രസ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അപ്പം നമ്മുടെ ഉള്ള സിറ്റുവേഷന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓക്കെ, സോ ദ amount you give in gratitude is exactly proportional to the amount you receive in return. നമ്മൾ എത്ര നന്ദി പറയുന്നോ അതിൻ്റെ എക്സാക്ട് റിട്ടേൺ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. യു കൺട്രോൾ ദ എമൗണ്ട് യു റിസീവ് ബൈ ദ എമൗണ്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് യു ഗിവ്. ഓക്കെ, നിങ്ങൾക്ക് എത്ര പൈസയാണ് വരാനുള്ളത് എന്ന് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ എത്രത്തോളം നന്ദി പ്രകടനം ചെയ്യുന്നുണ്ടോ. ഓക്കെ, ഒരു ദിവസത്തിൽ 10 മിനിറ്റാണോ 1 മണിക്കൂറാണോ, അത് ദിവസം മുഴുവൻ നിങ്ങൾക്ക് ചുറ്റും കാണുന്ന സാഹചര്യങ്ങൾക്കും സാധനങ്ങൾക്കും നിങ്ങളുടെ ആരോഗ്യത്തിനും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര മടങ്ങായിട്ടായിരിക്കും പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തും പ്രോസ്പെരിറ്റിയും ആരോഗ്യവും തരുന്നുണ്ടാവുക. ഓക്കെ, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസും തരുന്നുണ്ടാവുക. ഇതാണ് സക്സസ്ഫുൾ പീപ്പിളിൻ്റെ റിസൾട്ട്. അവരുടെ സാഹചര്യത്തിൽ ഒരിക്കലും കുറ്റം കണ്ടെത്തിയിട്ടില്ല. If you're a business owner, your business value will increase or decrease according to your gratitude. The more grateful for your business, your customers, your employees, the more the business will grow and increase. It is when the business owners stop being grateful and replace gratitude with worry, their business spirals downward. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ എംപ്ലോയീസിന്, നിങ്ങളുടെ
ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാർക്ക്, ഓക്കെ, നിങ്ങളുടെ ക്ലയൻസ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, അവർക്ക് എത്രത്തോളം നന്ദി പ്രകടനം ചെയ്യുന്നുണ്ടോ, എത്രത്തോളം കൃതജ്ഞത പ്രകടിപ്പിക്കുന്നുണ്ടോ, അത്രയും റിസൾട്ടാണ് നിങ്ങളുടെ ബിസിനസ്സിൽ കാണാൻ പോകുന്നത്. ഏത് സമയം അവരെ കുറ്റം പറയുക, കോമ്പറ്റീഷനെ കുറ്റം പറയുക, മാർക്കറ്റ് സിറ്റുവേഷനെ കുറ്റം പറയുക, അവർക്ക് ഒരിക്കലും പ്രോഗ്രസ് ഉണ്ടാവില്ല. ഓക്കെ, ഇതൊരു ഹാർഷ് ട്രൂത്താണ്. അത് നിങ്ങളുടെ എത്രയും വേഗം മനസ്സിലാക്കുന്നു, അത്രയും വേഗം നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ സ്ട്രഗിൾസിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റും, ജീവിതത്തിൽ മുന്നേറാൻ പറ്റും. ഓക്കെ, if you're a parent and your work is taking care of your children, managing your home, look for the things to be grateful for at this time in your life. It's often once in a lifetime opportunity, and when you can be grateful for this time, you will attract more support, more help, more beautiful moments, more happiness to experience. അപ്പോൾ നിങ്ങളൊരു ഹോം മേക്കറാണെന്ന് വിചാരിക്കുക. ഓക്കെ, വീട്ടിലത്തെ കാര്യം നോക്കുക, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഏത് സമയം, അയ്യോ സ്കൂളിലേക്ക് പോകാൻ സമയം, എനിക്ക് വേഗം ചെയ്യണം, ഇരിക്കാനൊരു മിനിറ്റ് പോലും സമയമില്ല എന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾ തന്നിരിക്കുന്ന ടൈം, തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ, തന്നിരിക്കുന്ന ഹെൽപ്പ്, ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നന്ദി പറയുക. അപ്പം നിങ്ങളുടെ ഉള്ള സാഹചര്യത്തിൽ, വീട്ടിലത്തെ സിറ്റുവേഷനും എനിക്ക് ഇതിനൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്ക് ആരോഗ്യമുണ്ടല്ലോ ഇതൊക്കെ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് കൂടുതൽ ആൾക്കാരെത്തും. ഓക്കെ, സർപ്രൈസിംഗ്ലി മേ ബി റിലേറ്റീവോ നെയ്ബറോ നിങ്ങൾക്ക് വീട്ടിൽ ഒരു കറി കൊണ്ട് തരുമെന്ന്, കേക്ക് കൊണ്ട് തരുമെന്ന്, ഓക്കെ, അല്ലെങ്കിൽ ജോലിക്കായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാരെത്തുകയാണ്. നിങ്ങളുടെ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ പേരൻസ് എത്തുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോരോ സർപ്രൈസസും ആൾക്കാർ നിങ്ങളെ കൂടുതൽ സപ്പോർട്ടീവായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾ ഏതൊരു കാര്യം കമ്മിറ്റഡായിട്ടും സന്തോഷത്തോടു കൂടി ചെയ്യുക. ഇതാണ് അതിൻ്റെ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം. നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും മാക്സിമം സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് എനിക്ക് അറിവുള്ളത് നിങ്ങൾക്ക് പകർന്നു തരുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ആ പോസിറ്റിവിറ്റിയും ഒക്കെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രാക്ടീസസ് ചെയ്യാൻ തോന്നുള്ളൂ, അല്ലേ? ഞാൻ വളരെ ഗ്രംപി ആയിട്ട് ഇവിടെ വന്നിട്ട് ഇരുന്ന് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളൊരു ക്ലാസ്സിലിരിക്കുകയാണ്, ആ ടീച്ചർ ഭയങ്കര ദേഷ്യത്തിലാണ് വന്ന് ക്ലാസ് എടുക്കുന്നത്, നിങ്ങൾക്കത് കേൾക്കാൻ തോന്നുമോ? നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. എത്രയും വേഗം ക്ലാസ് ഒന്ന് കഴിഞ്ഞാൽ മതി എന്നായിരിക്കും, അല്ലേ? നിങ്ങളുടെ സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ചില ടീച്ചേഴ്സിന് ഭയങ്കര ദേഷ്യമാണ്. നേരെ മറിച്ച് കുറേ കഥകളും എക്സാമ്പിൾസും ഭയങ്കര സന്തോഷത്തോടു കൂടെ വന്നിരിക്കുന്ന ഒരു ടീച്ചർ ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു മിനിറ്റ് അവിടെ ഉറക്കം തൂങ്ങാതെയും ബോറടിക്കാതെയും ഭയങ്കര ഇൻട്രസ്റ്റോടെ ആ ക്ലാസ് കേൾക്കും, അല്ലേ? അപ്പോൾ അത് ആ ടീച്ചർ അവരുടെ വർക്കിൽ കൊടുക്കുന്ന കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനും മാക്സിമം ഹാപ്പിനെസ്സും. ഓക്കെ, അപ്പോൾ പൈസ കിട്ടാൻ വേണ്ടി മാത്രമല്ല അവർ ജോലി എടുക്കുന്നത്, അവരുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കണം, കുട്ടികൾ നല്ല രീതിയിൽ എത്തണം എന്നുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റോടു കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ജോലിയുടെ സ്റ്റൈൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതേപോലെയാണ് നമ്മളും വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ശമ്പളം കിട്ടാൻ വേണ്ടി മാത്രമല്ല, പക്ഷേ നിങ്ങൾ കമ്പനിക്ക് വേണ്ടി ചെയ്യുന്നു, ഓക്കെ, നിങ്ങളുടെ കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി നിങ്ങൾ വർക്ക് ചെയ്യുക. കാരണം കമ്പനി ഗ്രോ ആകുമ്പോൾ ആർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്? എംപ്ലോയീസിന്, അല്ലേ? ബോണസ് ആയിട്ടും സാലറി ഇൻക്രിമെൻ്റ് ആയിട്ടും പ്രൊമോഷനായിട്ടും ഒക്കെ തിരിച്ചു വരും നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം മാക്സിമം കമ്പനിക്ക് കൊടുക്കുന്നോ, സന്തോഷത്തോടെ ജോലി ചെയ്യുന്നോ, അതനുസരിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ്. അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ടുഡേ ഇമാജിൻ ദാറ്റ് യു ഹാവ് എൻ ഇൻവിസിബിൾ മാനേജർ whose job is to keep a record of the thoughts and feelings you have about your job. Imagine that your manager will follow you wherever you go today, okay, with pen and a notebook in his hand. Every time you find something about your job to be grateful for, your manager will make a note of it. Your job is to find as many things as you can to be grateful for, so that at the end of the day, your manager has a long list of gratitude. Longer the list, the more magic your invisible manager can bring to your money, work, success, opportunities, enjoyment and fulfillment.
So think about all the things that you could be grateful for in your work. Think about how many people are unemployed who would give anything to get your job. Think about the time saving equipment you're using: phone, printer, internet, computer. Think about the people you work with, friendships you have with them. Think about the people who make your job easier, such as the assistants, delivery people, the attenders. Think about how good it feels when you receive your paycheck. Think about the favorite aspects of your job that you love doing. So, have your invisible manager make a note each time you find something you're grateful for by saying, I'm so grateful for. എന്തിനാണെന്ന് ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി വർക്ക്സ് ലൈക്ക് മാജിക്. അതായത് നിങ്ങളുടെ കൂടെ ഒരു ഇൻവിസിബിൾ മാനേജർ നിങ്ങളെ ഫോളോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഷോൾഡറിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ തോട്ട്സും ഓക്കെ, നിങ്ങളെന്താ പറയുന്നത്, നിങ്ങളുടെ ചിന്തകളെ മോണിറ്റർ ചെയ്യാനുള്ള ആളാണത്. അപ്പോൾ എവറി ടൈം നിങ്ങൾ ഓഫീസിൽ കയറുമ്പോൾ താങ്ക് യു സോ മച്ച്, ഐ എം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഹാവ് എ ജോബ്. ഓക്കെ, താങ്ക് യു, ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഡെസ്ക്, grateful for my computer because it makes my job easier. I'm thank you for my calculator, thank you for my printer, I can take out the printout of the documents. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോയി പ്രിൻ്റ് ഔട്ട് എടുക്കണം. ഇത് ഓഫീസിൽ തന്നെ ആ സൗകര്യം ഉള്ളത് കാരണം നിങ്ങൾക്ക് വേഗം പ്രിൻ്റ് ചെയ്ത് ഫയൽ ചെയ്ത് വെക്കാൻ പറ്റുന്നു. താങ്ക് യു ഫോർ മൈ കൊലീഗ്സ്, അവരുള്ളത് കാരണം എൻ്റെ ജോബ് ഈസി ആയിട്ട് നടക്കുന്നു. ഓക്കെ, നല്ല ഫ്രണ്ട്സ്, തമാശയൊക്കെ പറഞ്ഞ് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഈ ഇൻവിസിബിൾ മാനേജർ ഒരു നോട്ട്ബുക്കും പെന്നും എടുത്തിട്ട് നിങ്ങളുടെ തോട്ട്സൊക്കെ ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കണം. ഓരോ മിനിറ്റ് നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആവുന്നുണ്ടോ, എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ തോട്ട്സ് പറയുന്നുണ്ടോ, അതൊക്കെ നോക്കും. ഓക്കെ, അതൊക്കെ ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പുള്ളി. നിങ്ങളുടെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഇന്നത്തെ ദിവസം ഒരു 50 ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, 10 കുറ്റം പറഞ്ഞു. ഓക്കെ, അതോ ഇനി 50 കുറ്റമാണോ പറയുന്നത്, 10 ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇയാൾ തീരെയും ഗ്രേറ്റ്ഫുൾ അല്ല, ഇയാൾക്ക് യാതൊരു റിവാർഡും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് എൻഡ് ഓഫ് ദി ഡേ ഒരു റിവാർഡ് കിട്ടണ പോലെ നിങ്ങൾ ഇന്നത്തെ ആ തോട്ട്സ് ഭയങ്കര അവെയർ ആവുക. നിങ്ങൾ എന്തായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവരെ പറ്റി കുറ്റമാണോ പറയുന്നത്, അതോ നിങ്ങളുടെ മനസ്സിൽ ഏത് സമയവും സന്തോഷത്തിൻ്റെയും നന്ദിയുടെയും ഭാവമാണ്. ഒരു ഇൻവിസിബിൾ ആൾ നിങ്ങളുടെ കൂടെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ ലൈക്ക് ഹിന്ദുസിനെ അറിയാം, ചിത്രഗുപ്തൻ നമ്മളെ കൗണ്ട് വയ്ക്കുന്ന പറയും അല്ലേ. നമ്മൾ എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്യുന്നത്, ചിത്രഗുപ്തൻ അക്കൗണ്ട് വെച്ചിട്ട് കാലനോട് യമനോട് അറ്റ് ദ എൻഡ് ഓഫ് അവർ ലൈഫ് നമ്മുടെ ഫുൾ ജീവിതത്തിൻ്റെ അക്കൗണ്ട് കൊടുക്കും. അതുപോലെ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളുടെ ഫുൾ തോട്ട്സ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നല്ലതാണോ ചിന്തിക്കുന്നത്, കുറ്റമാണോ ചിന്തിക്കുന്നത് എന്ന്. എന്നിട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് അതിനൊരു റിവാർഡ് തരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് എന്തൊക്കെ ചിന്തിക്കും, അത് ഇന്ന് ഒന്ന് ആലോചിച്ചെടുക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ ഡെയിലി, ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങളുടെ തോട്ട്സിനെ കുറിച്ച് അവെയർ ആയിരിക്കണം. ഞാൻ സന്തോഷത്തിലാണോ സമാധാനത്തിലാണോ ജോലി ചെയ്യുന്നത്, അതോ ഭയങ്കര ക്രിറ്റിസിസത്തോടാണ്, എങ്ങനെയെങ്കിലും കഴിപ്പിക്കണ്ടേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ടാണോ ജോലി ചെയ്യുന്നത്, എങ്കിൽ നിങ്ങൾ ഭയങ്കര ഒരു മഹാപാപമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ജോലിയെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും കുറ്റം പറയരുത്. ഓക്കെ, നിങ്ങൾക്ക് അത്രയും സഹിക്കാൻ പറ്റാത്ത ജോലിയാണെങ്കിൽ വേറെ ജോലി കണ്ടുപിടിക്കൂ. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഒരു ജോലി, നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഒരു സ്ഥലത്ത് കണ്ടുപിടിക്കുക. ഓക്കെ, പക്ഷേ ദയവായിട്ട് ഉള്ള ജോലി എങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ ആക്ടിവിറ്റി. അതിൻ്റെ കൂടെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റിയായ 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. രാത്രി കിടക്കാൻ മുന്നേ ആയിട്ട് ഏറ്റവും നല്ല കാര്യം എന്താണ് ചെയ്തത് അതിനെക്കുറിച്ച് പറയുക. റിലേഷൻഷിപ്പിൽ ആൾക്കാരോട് നന്ദി പറയുക. നിങ്ങൾ പൈസ ഹാൻഡിൽ ചെയ്യുമ്പോൾ, നമ്മൾ ഇന്നലെ പൈസയുടെ കാര്യം കൂടെ സംസാരിച്ചു അല്ലേ, പൈസ ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾ എത്രയും സന്തോഷത്തോടു കൂടി ബ്ലെസ്സിങ്സോട് കൂടെ വേണം കൈകാര്യം ചെയ്യാൻ. ഓക്കെ, സോ വിഷിങ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു. ആൻഡ് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇടുക. ടുഡേ ഈസ് എ മാജിക്കൽ ഡേ. ഓക്കെ, ബൈ.